അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദിലെ 4ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 70. അൽ വഹ്ദത്തുർ റാബിഅഹ്, 4ാമത്തെ പാഠം ജുനൂദുർ റഹ്മാൻ. മആനിൽ കലിമാത്തിൽ ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. നക്തുബുൽ മഅന, ഇവിടെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എഴുതാം. സാഹത്തുൽ മഅറക, പോർക്കളം. യറുജു, കയറിപ്പോകും. യതആഖബൂന, മാറി മാറി വരുന്ന. സിമാം, കടിഞ്ഞാൺ. സക്കീന, സമാധാനം. ഇസ്തനദ ഇലൈഹി, ചാരി ഇരുന്നു. അടുത്ത പേജ് നോക്കൂ. നക്തശിഫുൽ ഇജാബ. 1ാമത്തെ ചോദ്യം, അല്ലാഹു തആല അവന്റെ സൈന്യങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഉത്തരം, ആകാശഭൂമികളിലെ ഭരണ സംവിധാനത്തിൽ അല്ലാഹുവിന്റെ യുക്തിയും കഴിവും പ്രകടിപ്പിക്കാൻ വേണ്ടി. 2ാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ സൈന്യങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം, അല്ലാഹുവിനല്ലാതെ അത് അറിയില്ല. 3ാമത്തെ ചോദ്യം, ആരാണ് അൽ ഹഫളഹ്? ഉത്തരം, മനുഷ്യനെ പരിപാലിക്കാൻ വേണ്ടി രാത്രിയും പകലുമായി മാറി മാറി വരുന്ന അനുഗ്രഹത്തിന്റെ സൈനികരിൽ പെട്ടവരാണ് അൽ ഹഫള എന്നറിയപ്പെടുന്നവർ. 4ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാം ആകാശത്ത് എന്താണ് കണ്ടത്? ഉത്തരം, 7ാം ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഅ്മൂറാണ് കണ്ടത്. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ചാരി ഇരിക്കുന്നു. അടുത്തത് നോക്കൂ, വായിച്ച് അർത്ഥം പറയാം. 1. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം, അപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി. 1000 മലക്കുകളെ തുടരെ തുടരെ നിയോഗിച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. 2. അത്തത്തിസ്സമാഉ വഹുക്കലഹാ അൻത ഇത്തമാ ഫീഹാ മൗളിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകും വാലിഉൻ ജബ്ഹതഹു സാജിദ ലില്ലാഹി തആല. ആകാശം ശബ്ദിച്ചു, അതിന് ശബ്ദിക്കാൻ അവകാശമുണ്ട്. ആകാശത്ത് 4 വിരൽ വെക്കാൻ സ്ഥലമില്ലാത്ത വിധം അള്ളാഹുവിന് സുജൂദ് ചെയ്ത് മലക്കുകൾ നെറ്റിത്തടം വെച്ചിരിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. പ്രസ്താവനകൾ വായിച്ച് തെറ്റിത്തിരുത്താം. 1. മലക്കുകൾ സ്വയം ജനങ്ങളെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കും. ഇത് തെറ്റാണ്. എന്താണ് ശരി? മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജനങ്ങളെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കും. 2. അള്ളാഹുവിന് 70,000 മലക്കുകളുണ്ട്. ഇത് തെറ്റാണ്. അള്ളാഹുവിനല്ലാതെ മലക്കുകളുടെ എണ്ണം അറിയുകയില്ല. 3. 70,000 മലക്കുകളാണ് അന്ത്യനാളിൽ ജഹന്നമിനെ കൊണ്ടുവരുന്നത്. ഇത് തെറ്റാണ്. 70,000 കടിഞ്ഞാണിട്ട് നരകത്തെ കൊണ്ടുവരപ്പെടും. ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ നിയന്ത്രിക്കാനുണ്ടാകും. അടുത്തത് നോക്കൂ. സിൽക്കുല്ലം ബിൽ മുനാസിബ്, ഓരോന്നിനും യോജിച്ചവ അതിന് നേരെ എഴുതണം. നമുക്ക് എഴുതാം. 1.
ലഹ സബ്ഊന അൽഫ സിമാം. 2 ജുനൂദുർ റഹ്മത്ത്. 3 ഇൽഹാറു ലിഖുദ്റത്തില്ലാ. 4 ഫിസ് സമാഇ സാബിഅഹ്. 5 ലാ യഅലമഹ ഇല്ലല്ലാഹ്. ഇപ്പുറത്ത് നോക്കൂ. ഖൽഖുൽ മലായികത്ത്, അദദുൽ മലായിക, അൽ ബൈത്തുൽ മഅമൂർ. 4 അൽ ഹഫളഹ്. 5 ജഹന്നം. ഒന്നാമത്തത് ലഹ സബ്ഊന അൽഫ സിമാം, അതിന് ശരിയായത് ജഹന്നം. ലഹ സബ്ഊന അൽഫ സിമാം എന്ന് പറഞ്ഞാൽ 70,000 കൊളുത്തുകളുണ്ട്. അതെന്തിനാണ്? ജഹന്നം. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം. 2 ജുനൂദുർ റഹ്മത്ത്, അനുഗ്രഹത്തിന്റെ സൈന്യം. അതിന് ശരിയായത് അൽ ഹഫള. 3 ഇൽഹാറു ലിഖുദ്റത്തില്ലാ, അതായത് അള്ളാഹുവിന്റെ കഴിവ് വെളിപ്പെടുത്താൻ. അതിന് ശരിയായത് ഖൽഖുൽ മലായിക, മലക്കുകളുടെ സൃഷ്ടിപ്പ്. 4 ഫിസ് സമാഇ സാബിഅഹ്, 7-ാം ആകാശത്തിൽ. അതിന് ശരിയായത് അൽ ബൈത്തുൽ മഅമൂർ. 5 ലാ യഅലമഹ ഇല്ലല്ലാഹ്, അതായത് അള്ളാഹുവിനല്ലാതെ അറിയില്ല. എന്താണ് ശരിയായത്? അദദുൽ മലായിക, മലക്കുകളുടെ എണ്ണം. അടുത്ത പേജ് നോക്കൂ. നുഇദ്ദു മഖാല നുസൂലുൽ മലായികത്തി യൗമ ബദ്ർ, അതായത് ബദ്ർ ദിവസം മലക്കുകളെ ഇറക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ശത്രുനിരയുടെ ബലവും മുസ്ലിം സൈന്യത്തിന്റെ എണ്ണക്കുറവും ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഈ അവസരത്തിൽ അള്ളാഹുവിന്റെ സഹായം എത്തുന്നു. അവർ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നു. ഈ അവസരത്തിൽ അള്ളാഹു തആല മുസ്ലിം സൈന്യത്തിന്റെ അരികിലേക്ക് തന്റെ മലക്കുകളെ ഇറക്കുന്നു. മുസ്ലിം സൈനികരിൽ നിന്നുള്ള ഓരോരുത്തരുടെയും അരികിലേക്ക് അവർ അറിയുന്ന ആളുകളുടെ രൂപത്തിൽ മലക്കുകൾ ചെല്ലും. എന്നിട്ട് പറയും, നിങ്ങൾ സന്തോഷിക്കുക, ശത്രുക്കൾ ഒന്നുമല്ല, നിങ്ങളുടെ കൂടെ അള്ളാഹുവാണുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള 1000 മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുവശത്തും മീകായിൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള 1000 മലക്കുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുവശത്തും ഇറങ്ങി. ബദരിൽ മലക്കുകൾ സംബന്ധിക്കുകയും ശത്രുക്കളെ തടവിലാക്കാനും ബന്ധിക്കാനും മുസ്ലിങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കൂ. നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. കൈഫ തറക്തും ഇബാദി, ഇത് അല്ലാഹു തആല മലക്കുകളോടായി ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് സന്ദർഭം വ്യക്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും നിങ്ങളിലേക്ക് മാറി മാറി വരും. സുബ്ഹ് നിസ്കാരങ്ങളിലും അസ്ർ നിസ്കാരത്തിലും അവർ ഒരുമിച്ച് കൂടും. നിങ്ങളോടൊപ്പം രാത്രി ഉണ്ടായിരുന്നവർ കയറിപ്പോകും. കാര്യം അള്ളാഹുവിന് അറിയുമെങ്കിലും മലക്കുകളോടായി അവൻ ചോദിക്കുന്ന വാക്കുകളാണിത്. ഇതോടെ ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.